ഹലോ എവ്രി വൺ. ഇന്ന് ഞാൻ ബജ്ജി ഉണ്ടാക്കിയിരിക്കുന്നത് ബജ്ജി മിക്സ് പൗഡർ ഉണ്ടാക്കിയതാണ്. അത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാണ് അത് എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന്. അതിന് 2 കപ്പ് നമ്മുടെ കടലപ്പരിപ്പ് ആണ് എടുക്കുന്നത്. കഴുകി വൃത്തിയാക്കി എടുത്ത കടലപ്പരിപ്പാണ്. ഡ്രൈ ആക്കുകയും ചെയ്തു. എന്നിട്ട് ഒരു 1/2 കപ്പ് നമ്മുടെ പച്ചരി, ഇതും കഴുകി ഉണക്കി എടുത്ത പച്ചരിയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു 12 മുളക് എരിവിനനുസരിച്ചിട്ട്, പിന്നെ 1 സ്പൂൺ ഓമമാണ് ആഡ് ചെയ്യുന്നത്, നമ്മുടെ അജ്വൈൻ, പിന്നെ 1 സ്പൂൺ നമ്മുടെ ഫെനൽ സീഡ്സ്, പെരുംജീരകം, പിന്നെ ചൂടാക്കിയ നമ്മുടെ കായക്കട്ടയാണ് ഇപ്പോൾ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഉപ്പാണ് ആഡ് ചെയ്യുന്നത്, നമ്മുടെ റോക്ക് സോൾട്ട് ഒന്ന് ചൂടാക്കിയിട്ട്. അതുപോലെ 1 പോഡ് ഗാർലിക്ക്, ഒരു 10 ഉണ്ടാകും. ഇത് വെയിലത്ത് വെച്ച് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതാണ്. ഉണക്കി തന്നെ എടുക്കണം, ഇല്ലെങ്കിൽ ഒരു എണ്ണമിഴുക്ക് പോലെ ഉണ്ടാകും. അത് കാരണമാണ്. പിന്നെ ഒരു 1/2 സ്പൂൺ ബേക്കിംഗ് സോഡ, നമ്മുടെ സോഡ ബൈകാർബണേറ്റ്, ഇതെല്ലാം ആഡ് ചെയ്തിട്ടതാ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മെനക്കെട്ട പണിയാണെങ്കിലും സന്തോഷമുണ്ട് ഇത് ചെയ്തപ്പോൾ. ഇത് നമ്മൾ തന്നെ ചെയ്യല്ലേ വീട്ടിലെ ബജ്ജി മിക്സ്. വെളുത്തുള്ളി മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. നല്ലപോലെ ഡ്രൈ ആക്കിയിട്ട് വേണം യൂസ് ചെയ്യാൻ, ഇല്ലെങ്കിൽ കുറച്ച് മെനക്കെടും. ഞാൻ കുറച്ച് മെനക്കെട്ടു, പക്ഷെ എന്നാലും എനിക്ക് നന്നായി വന്നിട്ടുണ്ട്. നമുക്കിതിപ്പോൾ തോനെ ഉണ്ടെങ്കിൽ നമുക്കിത് മില്ലിൽ കൊടുത്തിട്ടും പൊടിക്കാം. ഇപ്പോൾ ചൂടാറാനായിട്ട് പേപ്പറിൽ നിരത്തി വെക്കുകയാണ്. എന്നിട്ട് വേണം ഒരു കണ്ടെയ്നറിൽ ആക്കാനായിട്ട്. മനസ്സിന് നല്ല ഒരു തൃപ്തിയുണ്ട്, ഞാൻ തന്നെ ഉണ്ടാക്കിയല്ലോ എന്ന്. ഇനിയിപ്പോൾ ബജ്ജി ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ ഒരു കണ്ടെയ്നറിലാക്കി. ഇതിൽ നിന്നിപ്പോൾ എനിക്ക് ആവശ്യത്തിന് ഞാൻ എടുക്കുകയാണ്. വാഴയ്ക്കയുണ്ട്, അപ്പോൾ അത് വെച്ചിട്ട് ബജ്ജി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ്. ഒരു 5 സ്പൂണേ ഞാൻ എടുക്കുന്നുള്ളൂ, കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ, അപ്പോൾ നിങ്ങൾക്കും കാണിച്ചു തരാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഉപ്പൊക്കെ ഞാൻ ആഡ് ചെയ്ത കാരണം ഞാൻ ഉപ്പൊന്നും ആഡ് ചെയ്തിട്ടില്ല. പാകത്തിന് വെള്ളം ഒഴിച്ച് നമ്മുടെ വിസ്ക് വെച്ച് നന്നായിട്ട് ഒരു സ്മൂത്ത് പേസ്റ്റാക്കി, ഒരു തിക്ക് പേസ്റ്റായിട്ട് കോട്ട് ചെയ്യാനായിട്ട്, നമ്മുടെ വാഴയ്ക്ക് കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മുടെ ബജ്ജി ഉണ്ടാക്കാനുള്ള മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഇനിയിപ്പോൾ വാഴയ്ക്ക് കട്ട് ചെയ്തെടുക്കട്ടെ. എന്നിട്ട് വരൂ നമുക്കിനിയിപ്പോൾ വാഴയ്ക്ക ബജ്ജി നമ്മുടെ ഈ ബജ്ജി മിക്സ് പൗഡർ വെച്ചിട്ട് ഉണ്ടാക്കാം. ഇപ്പോൾ തിന്നായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. എണ്ണ അവിടെ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇട്ട് കൊടുക്കാം ഓരോന്നായിട്ട്. അപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നതും. അപ്പോൾ അറിയാലോ, നല്ല മണവും. നമ്മുടെ ഈ ബജ്ജി മിക്സ് പൗഡർ മിക്സ് ചെയ്ത് ഉണ്ടാക്കുമ്പോൾ അതിൻ്റേതായ നല്ലൊരു അറോമയും ഉണ്ട്. അപ്പോൾ 1 സൈഡായി ടേൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ നല്ല സാറ്റിസ്ഫൈഡാണ് ഇത് ഉണ്ടാക്കിയതിൽ. നന്നായി വന്നിട്ടുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. ഇപ്പോൾ ഫസ്റ്റ് സെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ വാഴക്ക ബജ്ജി റെഡി ആയിട്ടുണ്ട്. ഇതിൽ ബോണ്ട ഉണ്ടാക്കാം, എന്ത് തരം ബജ്ജി വേണമെങ്കിലും ഉണ്ടാക്കാം. അപ്പോൾ ഇതുപോലെ വീട്ടിൽ പൊടിച്ച് നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കൂ, നിങ്ങളും നല്ല സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അപ്പോൾ ചായയുടെ കൂടെ ഇന്ന് നമ്മുടെ ബജ്ജി മിക്സ് വെച്ചിട്ടുള്ള ബജ്ജിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇതുപോലെ.